മറ്റൊരു കാര്യം കൂടി, ഇതൊക്കെ വലിയ കൗതുകങ്ങളാണ്. പണ്ടൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട സിനിമ എന്തായിരുന്നു? നായകനും നായികയും കൂടി മരത്തിൻ്റെ പിറകിൽ നിന്ന് ഐസ്ക്രീം കൈമാറുന്ന പ്രണയകഥയുള്ള സിനിമയായിരുന്നു. പക്ഷെ ഇപ്പോഴെന്താ ട്രെൻഡ്? ഞാൻ ഖുർആനിലേക്ക് വരാൻ വേണ്ടി ഒരു ആമുഖം ഇട്ടുവെന്നേ ഉള്ളൂ. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടത് യക്ഷിക്കഥ, പ്രേതകഥ, ഏലിയൻ കഥ. ഇവിടെ 300 കോടിയും കടന്ന് മുന്നോട്ട് പോകുന്ന ഒരു സിനിമയുടെ ചർച്ചയാണല്ലോ നിലവിൽ കേരളത്തിലുള്ളത്. എന്തേ ലോക്കയോ? യക്ഷിക്കഥയും പ്രേതകഥയുമാണ്. ഹോളിവുഡും ബോളിവുഡും ഒക്കെ എന്നോ അതിലേക്ക് പോയി, മോളിവുഡ് അതിലേക്ക് വന്നു. കുട്ടികൾ കളിക്കുന്ന ഗെയിമിലൊക്കെ സ്പൈഡർമാൻ, സൂപ്പർമാൻ 1000 അട്ടി ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് മിനുസമുള്ള പ്രതലത്തിലൂടെ 6 കാലുമായി ഓടുന്ന അന്യഗ്രഹ ജീവിയുടെ കഥയാണ്. അതേ കുട്ടികൾക്ക് വേണ്ടു. സയൻസ് എന്ന് പറയുന്നു, ഇതരഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വന്നിട്ട് മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്, വിവാഹബന്ധം നടത്തുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട്, പലതും. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരനാണ് ജാക്വസ് വാലി. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, മെസ്സഞ്ചേഴ്സ് ഓഫ് ഡിസെപ്ഷൻ, ചതിയുടെ ദൂതന്മാർ. അതിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. റോക്കറ്റ് ടെക്നോളജി, മിസൈൽ ടെക്നോളജി, ന്യൂക്ലിയർ ടെക്നോളജി, പുതിയ വാർ സ്ട്രാറ്റജി മുഴുവനും ലോകത്ത് പരിചയപ്പെടുത്തിയ അടിസ്ഥാന സിദ്ധാന്തം. റോക്കറ്റ് ടെക്നോളജിയുടെ ഉപജ്ഞാതാവായ ജാക്ക് പാർസന് റോക്കറ്റ് സാങ്കേതിക വിദ്യ പഠിപ്പിച്ചു കൊടുത്തത് മെജാവോ മരുഭൂമിയിൽ വെച്ചൊരു ഏലിയനാണ്. നമ്മുടെ വകയല്ല. ജാക്വസ് വാലി മെസ്സഞ്ചേഴ്സ് ഓഫ് ഡിസെപ്ഷൻ എന്ന പുസ്തകത്തിൽ പറയുന്നതാണ്. അദ്ദേഹം ബ്രാക്കറ്റിൽ കൊടുത്തു, ദാറ്റ് ഈസ് എ ജിന്ന്. ഇവിടത്തേക്ക് സയൻസിനെത്തി. പ്രേതം, ഇഫ്രീത്ത്, റുഹാനി, ജിന്ന് എന്നൊക്കെ പറഞ്ഞാൽ 10-20 കൊല്ലം മുമ്പ് ആൾക്കാർ പറയായിരുന്നു ഇത് മുല്യന്മാർക്ക്, ഉസ്താദന്മാർക്ക് പൈസ ഉണ്ടാക്കാനുള്ള കുറെ കെട്ടുകഥയാണ്. പക്ഷെ ഇന്ന് ആധുനിക ലോകം അവിടെയാണുള്ളത്. കേരളം അവിടെയാണുള്ളത്. ഗെയിമുകൾ അവിടെയാണുള്ളത്. പ്ലേ സ്റ്റോർ എടുത്താലും ആപ്പിളിൻ്റെതായാലും ആൻഡ്രോയിഡ് ആയാലും ബെസ്റ്റ് റേറ്റഡ് ഗെയിം മുഴുവനും ഗോസ്റ്റ് ഹണ്ടിങ്ങാണ്. അവിടെയാണുള്ളത്. ഖുർആൻ നേരത്തെ പറഞ്ഞ ഒരൊറ്റ ആയത്തിൻ്റെ വല്ലാത്തൊരായത്താണത്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വാ ശയാത്വീനൽ ഇൻസി വൽ ജിന്ന് യൂഹി ബഅദുഹും ഇലാ ബഅദ് സുഖ്റുഫൽ ഖൗലി ഗുറൂറാ വലൗ ശാഅ റബ്ബുക മാ ഫഅലൂഹു ഫദർഹും വമാ യഫ്തറൂൻ. അത്ര കൃത്യമായ ആയത്താണ്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വാ. ഓരോ കാലഘട്ടത്തിലുള്ള ഇസ്ലാമിൻ്റെ സൈദ്ധാന്തിക തലത്തിന് ഒരു പ്രതിപക്ഷമുണ്ടാകും. ഒരു ഭാഗത്ത് ലൂസിഫറും ആൻറ്റി ക്രിസ്റ്റും ദജ്ജാലുമെങ്കിൽ മറുപക്ഷത്ത് ഒരു ക്രിസ്ത്യൻ ഉണ്ടാകും. പുതിയ ടേം അതാണ്. എവിടെ നബിമാരുണ്ടോ അതിനൊരു പ്രതിപക്ഷമുണ്ട്. ഇസ്ലാമിന് എപ്പോഴും ഒരു പ്രതിപക്ഷമുണ്ട്. ആ പ്രതിപക്ഷം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ശയാത്വീനൽ ഇൻസി വൽ ജിൻ, മനുഷ്യരിലും ഭൂതങ്ങളിലുമുള്ള പിശാചുക്കൾ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു പ്രതിപക്ഷമാണിത്. ശയാത്വീനൽ ഇൻസി വൽ ജിൻ. എന്താ ഇന്ന് സയൻസ് പറയുന്നത്? ഏലിയനുകൾ ഭൂമിയിൽ വന്ന് മനുഷ്യർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്നു. ജാക്ക് പാർസന് ഏലിയൻ വന്നിട്ട് മിസൈൽ ടെക്നോളജി പഠിപ്പിക്കുന്നു. അമേരിക്കയിലെ സൈത്തൂൻ സർവകലാശാലയിലെ വലിയ പണ്ഡിതനായ ഹംസ യൂസഫിൻ്റെ ഒരു സ്പീച്ച് ഇപ്പോഴും അവൈലബിൾ ആണ് യൂട്യൂബിൽ ഇത് സംബന്ധിച്ച്. എന്താ അടുത്ത വാക്ക് ഖുർആനിൽ? യൂഹി ബഅദുഹും ഇലാ ബഅദ്. ഇതൊക്കെ ഇന്നിറങ്ങിയ ഖുർആനല്ല. യൂഹി ബഅദുഹും ഇലാ ബഅദ്. ജിന്നുകളിലുള്ള, ഈ ചോദ്യത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏലിയനുകളിൽ പെട്ട ചില പിശാചുക്കൾ ആശയങ്ങൾ കൈമാറി പഠിപ്പിക്കുന്നു മനുഷ്യരിലെ അവന്റെ ആളുകൾക്ക്. എന്തിനെയാണ് പഠിപ്പിക്കുന്നത്? സുഖ്റുഫൽ ഖൗൽ, മനോഹരങ്ങളായ സിദ്ധാന്തങ്ങൾ, ക്യാച്ചിങ് വേർഡ്സ്. എന്താണ് ഈ മനോഹരമായ സിദ്ധാന്തങ്ങൾ? ഞാൻ അവസാന ഭാഗം പറയട്ടെ. 1000 ചോദ്യത്തിന് 1001 മറുപടി പറഞ്ഞാൽ മനുഷ്യന്മാരെ സംശയം തീരൂല. ഇസ്ലാമിനെ കുറിക്കുന്ന ആത്മവിശ്വാസം ലഭിക്കൂല. കാരണം മനുഷ്യ മനസ്സിൽ ദുർബോധനം ചെയ്യുന്നത് എല്ലാ ആധുനികമായ സിദ്ധാന്തങ്ങളും, സ്വതന്ത്ര ചിന്തയായാലും ഇൻഡിവിജ്വലിസം ആയാലും ലിബറലിസം ആയാലും ക്വിയർ ആക്ടിവിസം ആയാലും LGBTQ+ ആയാലും കല്യാണം വേണ്ട വാദങ്ങളായാലും സകല വാദങ്ങളായാലും യൂഹി ബഅദുഹും ഇലാ ബഅദ്. അമേരിക്ക ഇസ്രായേൽ മുഖേന ഗാസയിൽ ചെയ്യുന്ന ടെക്നോളജി എക്സിബിഷനായാലും യുദ്ധം നമ്മൾ അതിനെക്കുറിച്ച് പറയാറില്ല. ചില ആൾക്കാർ പറയും വംശഹത്യ. അത് വംശഹത്യ മാത്രമല്ല, അവിടെ നടക്കുന്നതിൽ ഒന്നാണ് വംശഹത്യ.
മരിക്കുന്ന മൃഗത്തിനും മരത്തിനൊക്കെ കണക്കുണ്ട്. അവിടെ നടക്കുന്നത് പക്ക എക്സിബിഷൻ. എന്തിന്റെ എക്സിബിഷൻ? ടെക്നോളജി പ്രദർശനം. അത് പിശാചിന്റെ സൃഷ്ടിയാണ്. യൂഹി ബാലുഹും ഇലാ ബാബ്. മനുഷ്യനെ ആത്യന്തികമായി നന്മയുണ്ടാക്കുന്ന സാധനമല്ല ടെക്നോളജി. ഇത് ഖുർആൻ പറയുകയാണ്. ക്യാച്ചിങ് വേർഡ്സ്. എന്ത് മതം വിടുന്ന കുട്ടികൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ ബയോ എഴുതുന്നത്? മൈ ബോഡി ഈസ് മൈ ചോയ്സ്, മൈ ഹെൽത്ത് ഈസ് മൈ ചോയ്സ്, മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, ആൻഡ് മൈ ചോയ്സ് ഈസ് ടു മൈ ചോയ്സ്. എന്ത് മനോഹരമായ മോട്ടോസാണ്! എൻ്റെ ആരോഗ്യം എൻ്റെതാണ്, ബോഡി എൻ്റെതാണ്, ലൈഫ് എൻ്റെതാണ്, ഞാൻ എൻ്റെതാണ്, നീ എന്തിന് ഇടപെടണം? ഇതാണ് ചോദ്യം. നിരീശ്വരവാദി എന്താ പോസ്റ്ററിൽ എഴുതുന്നത്? ലെറ്റ് ദി എവിഡൻസ് ലീഡ്. തെളിവുകൾ നയിക്കട്ടെ. പക്ഷെ തെളിവില്ല, വേറെ വിഷയം. ഞാൻ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല. ഈ ജില്ലയിൽ നടന്ന ഒരു ക്യാമ്പസിലെ കലോത്സവത്തിന്റെ കവാടം എന്തായിരുന്നു? ഒരു സ്ത്രീയുടെ, ആ ഭാഗത്തിന് ആ പേരല്ലേ ഉള്ളൂ, ഒരു സ്ത്രീയുടെ വജീന, വിശാലമായൊരു യോനി ഉണ്ടാക്കിയത് കവാടമാക്കിയിട്ട് അകത്തുകൂടെ കടന്നു വന്നാലുന്നായിരുന്നു. ഒരുപാട് ആളുകളെ താല്പര്യപ്പെടുത്തിയ ഒരു വലിയൊരു നീക്കമായിരുന്നു അത് എന്ന് പറയുന്നു. സുഖ്റുഫൽ ഖൗൽ, മനോഹരമായ സിദ്ധാന്തം. ജിന്നി പിശാച് മനുഷ്യരുടെ ഏജന്റിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഗുറൂറ, ചതിക്കാൻ വേണ്ടി. ഇത് അന്നേ ഖുർആൻ പറഞ്ഞു. അവിടത്തേക്ക് കാലം എത്തി വരുന്നേ ഉള്ളൂ. അപ്പൊ എത്രത്തോളം ഇതൊക്കെ വഷളാകുന്നുവോ, വഷളാവാതിരിക്കട്ടെ, ആവാൻ പാടില്ല, നമ്മളതിൽ പെടാൻ പാടില്ല. പക്ഷെ അതിൻ്റെ ഒരു മറുപുറം, അല്ലാഹു ഹഖുൻ വ കലാമുഹു ഹഖുൻ വ നബിയുഹു ഹഖുൻ എന്നുള്ളതാണ്. ആ ഹക്കിലേക്ക്, സത്യത്തിലേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കട്ടെ, ജീവിപ്പിക്കട്ടെ, അതിൽ തന്നെ മരിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും. പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഒന്ന്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മതമില്ലാത്ത രാജ്യങ്ങൾ മുൻ സ്ഥാനങ്ങളിൽ വരുന്നതായി നാം കാണാറുണ്ട്. ഉദാഹരണം ഫിൻലാൻഡ്, ഐസ്ലാൻഡ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ. അതുപോലെ അഫ്ഗാനിസ്ഥാൻ, അതുപോലെ ജെറൂസലേം തുടങ്ങുന്ന പ്രദേശങ്ങളൊക്കെ എടുക്കുമ്പോൾ കലുഷിതമായ സാഹചര്യങ്ങളും നാം കാണലുണ്ട്. ഇപ്പോൾ നവനാസ്തികരൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് മതമാണ് സകല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് വരുത്തി തീർക്കാൻ മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന രാജ്യങ്ങളിൽ മുഴുവനും കലുഷിതമാണെന്നും മതമില്ലാത്ത ഈ ഫിൻലാൻഡ്, ഐസ്ലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ സമാധാനമുണ്ട് എന്നും വരുത്തി തീർത്തുകൊണ്ട് മതമില്ല എങ്കിൽ സമാധാനമുണ്ട് എന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. ചോദ്യം 2, ഏകദൈവ വിശ്വാസമാണല്ലോ പരിശുദ്ധ ഇസ്ലാമിൻ്റെ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പാരാമീറ്റേഴ്സ് തലതിരിച്ചിട്ടതാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു നിർവചനമാണല്ലോ. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഹാപ്പിനെസ്സിൽ ഏറ്റവും മേലെ നിൽക്കുന്ന ഹാപ്പിനെസ് എന്ന് പറഞ്ഞത് എന്താ? എങ്ങനെയാണ് ഇപ്പോൾ ഒരു സാധനത്തിന് ഒരു രാജ്യം ഒരു വിഷയത്തിൽ ഏറ്റവും മേലെയാണെന്ന് തീരുമാനിക്കുക? സിമ്പിളായിട്ട് പറയാട്ടോ, സമയവും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുകൊണ്ട് പരമാവധി ചുരുക്കി പറയാം. എന്ത് കാര്യത്തിനും ഒരു സാധനത്തിന് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കും. ആ തയ്യാറാക്കിയ ക്വസ്റ്റ്യനെയർ കൊണ്ടുപോയിട്ട് അതിലുള്ളതുപോലെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ഒരു 100 ആൾക്ക് ചോദ്യം ചോദിച്ചാൽ ഏകദേശം ഒരു സാമ്പിൾ സർവേ പോലെ. അതിൽ ഒരാൾക്ക് ഹാപ്പിനെസ് ഉണ്ട് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന, ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്ന ആൾ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിലെന്താണ്? ഒരു ഉദാഹരണം പറയാണ്. നിങ്ങൾ ഇന്ന വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ ധരിക്കാതെ നടക്കണം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു റൂം, ആ റൂമിൽ നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാം, അതിന് സ്വാതന്ത്ര്യമുണ്ടോ? ഇങ്ങനെ തോന്നി. നിങ്ങളെ വീട്ടിൽ എത്ര കാറുണ്ട്? നിങ്ങളെ വീട്ടിൽ എത്ര ആൾക്ക് 50K മേലെ വരുമാനമുണ്ട്? ഇങ്ങനെ കുറേ ചോദ്യങ്ങളാണ് ചോദിച്ചാൽ അവർ ചോദ്യം ഉണ്ടാക്കി. ഇതിൽ കുറേ ഉത്തരം കിട്ടിയതിൽ കൂടുതൽ ആരാണ് എന്ന് നോക്കിയാൽ അത് ഹാപ്പിനെസ് എന്ന് പറയൂല. യഥാർത്ഥത്തിലുള്ള ഹാപ്പിനെസ് എന്താണ് എന്ന്, യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്താണ് എന്ന് അതനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അതനുഭവിക്കുന്നവർക്ക് മാത്രം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്ന്, ഞാൻ ചെറിയൊരു ഹദീസ് സൂചിപ്പിക്കാം. നബി തങ്ങൾക്ക് വന്ന് ഒരാൾ, എൻ്റെ മനസ്സിന് ഭയങ്കര പരിക്കൻ സ്വഭാവമാണ്,
എനിക്കത് മാറ്റി കിട്ടണം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നീ യതീമിൻ്റെ തലയിൽ കൈവച്ചൊന്ന് തലോടിയാൽ മതി. അതിനെക്കുറിച്ച് നിർദ്ദേശമാണ്. അതിലെങ്ങനെ ഇപ്പോൾ ഹാപ്പിനെസ് കിട്ടുക? ആരും സംരക്ഷിക്കാനില്ലാത്ത ഒരാളില്ലേ, ആരും ആരും ഇല്ലാത്ത ഒരാൾക്ക് സ്നേഹത്തോടു കൂടി തലയിൽ കൈവയ്ക്കുമ്പോൾ ഒരാൾ തന്നെ സംരക്ഷിക്കാനുണ്ടെന്നുള്ള തോന്നൽ ആ കുട്ടിയുടെ കണ്ണിൽ കാണുന്നൊരു തിളക്കല്ലേ, ആ തിളക്കത്തിൻ്റെ പേരാണ് ഹാപ്പിനെസ്. അത് നിങ്ങൾക്ക് ശമ്പളത്തിന് എത്ര പൂജയുണ്ട് നിങ്ങളെ ശമ്പളത്തിൻ്റെ സംഖ്യയിൽ എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഹാപ്പിനെസ് അല്ല അത്. അതുകൊണ്ട് മതമുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ മനുഷ്യർ ജീവിക്കുന്ന ധാർമ്മികമായ ചുറ്റുപാടുകളിൽ അവരനുഭവിക്കുന്ന വ്യക്തിപരമായ സന്തോഷങ്ങളിൽ അവരനുഭവിക്കുന്ന അവരുടെ സ്വപ്ന സാഫല്യത്തിൻ്റെ വഴികളിൽ അവരെവിടെയാണ് എത്തി നിൽക്കുന്നതെന്നും നേരെ തിരിച്ച് ഇപ്പോൾ മേലെയാണ് എന്ന് പറയുന്ന നിങ്ങൾ ഈ പറഞ്ഞ ഫിൻലാൻഡും ഡെൻമാർക്കും ഈ പറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളില്ലേ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യുന്ന അവിടെയാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ റിപ്പോർട്ട് ചെയ്യുന്ന അവിടെയാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ലൈംഗിക രോഗത്തിന് കീഴ്പ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവിടെയാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ തന്തയില്ലാത്ത മക്കൾ എന്ന് നമ്മൾ പറയുന്ന ഫാദർലെസ് മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്ന അവിടെയാണ്, ലോകത്ത് സിംഗിൾ പാരൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിടെയാണ്. ഇതൊന്നും ഹാപ്പിനെസ്സിൻ്റെ മാനദണ്ഡമല്ല. പോറ്റാൻ ആളില്ല എന്നല്ല, കുടുംബം നോക്കാൻ ആളില്ല എന്നല്ല, രോഗിയായിട്ട് മൂലക്കിടക്കുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ ശരീരത്തിൻ്റെ മെറ്റാബോളിസം തകർന്നു കഴിയുമ്പോഴാണ് ആരുമില്ല എന്നുള്ള അവശതവരത്തിലേക്ക് ബോധ്യം വരിക. അപ്പോൾ ആരും ഇല്ല എന്ന് പറയുന്ന അവസ്ഥ അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം അവിടെയാണ് കൂടുതൽ. പക്ഷേ ഇത് ഹാപ്പിനെസ് ഉണ്ടോ ഇല്ല എന്നുള്ള ചോദ്യത്തിൻ്റെ മാനദണ്ഡമായ ഒരു പാരാമീറ്ററായിട്ട് സ്വീകരിച്ചിട്ടില്ല. അതാണ് ഇവിടുത്തെ ഒരു വിഷയം. അതുകൊണ്ട് ഇത് ഒരു കപടമായ ഒരു കൃത്രിമമായ ഒരു സംഗതിയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നത്. ഇതിലെഴുതാൻ ചെയ്യുന്നൊരു ചോദ്യത്തിലുണ്ടായിരുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഉപ്പ അവരുടെ ഭാര്യയുടെ ദുനിയാവിൽ ഒരാളുടെ ഉപ്പയും ഉമ്മയും 2 വിവാഹം കഴിച്ചു. ഉപ്പ മരണപ്പെടുകയും ചെയ്തു. 2 പേർക്കും 2 വിവാഹത്തിലും കുട്ടികളുണ്ട്. ആഖിറത്തിൽ ചെല്ലുമ്പോൾ മക്കൾ അവരുടെ അരികെ ചെല്ലുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി ഒറ്റപ്പെടുമോ? ആ കുട്ടിക്ക് ഉമ്മയും ഉപ്പയും കിട്ടുമോ? കിട്ടും എന്നാണ് അതിൻ്റെ ഉത്തരം. കിട്ടും എന്നാണ്. അവിടെ യാതൊരു തരത്തിലുള്ള വിഷമവും സ്വർഗത്തിലില്ല, അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ആ കുട്ടിയുടെ സന്തോഷം എത്രയാണോ ആ സന്തോഷം അനുഭവിക്കാൻ അവിടെ കഴിയും എന്നാണ്. ഇത് ചോദിച്ചതിൻ്റെ പശ്ചാത്തലം അതോർത്ത് ഒരു കുട്ടി എപ്പോഴും സങ്കടത്തിലാണെന്നാണ്. സങ്കടപ്പെടേണ്ടതില്ല, റബ്ബ് ആ കുട്ടിയുടെ പക്ഷത്താണ്.